പാലസ്തീൻ രാജ്യം എന്ന ആശയത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ കൂടി എതിർപ്പ് പ്രകടിപ്പിച്ചു. ജെറുസലേമിന്റെ കിഴക്കുഭാഗത്തുള്ള മാലെ അദുമ്മീം എന്ന ഇസ്രായേലി സെറ്റിൽമെന്റിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ഈ സംഭവം വ്യക്തമാക്കിയത്. പാലസ്തീൻ രാജ്യം എന്ന ആശയം യാഥാർത്ഥ്യമാകില്ലെന്നും ആ പ്രദേശം പൂർണ്ണമായും ഇസ്രായേലിന്റെ ആണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഈ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാലസ്തീൻ രാഷ്ട്രം ഇല്ലാതാക്കുമെന്ന തന്റെ വാഗ്ദാനം നിറവേറ്റുമെന്നും ഈ ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു. തങ്ങളുടെ പാരമ്പര്യം, ഭൂമി, സുരക്ഷ എന്നിവ സംരക്ഷിക്കണമെന്നും ഈ നഗരത്തിലെ ജനസംഖ്യ ഇരട്ടിയാക്കാൻ പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രഖ്യാപനം പാലസ്തീൻ ജനതയുടെ ഭാവിക്കും സമാധാന ശ്രമങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് നൽകുന്നത്. ദീർഘകാലമായി നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ തർക്കത്തിൽ പരിഹാരം കാണാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടിയാവും. മാലെ അദുമീമിലെ ജനസംഖ്യ ഇരട്ടിയാക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കൂടുതൽ പാലസ്തീൻ ഭൂമി പിടിച്ചെടുക്കുന്നതിലേക്കും പുതിയ സെറ്റിൽമെന്റുകൾ നിർമ്മിക്കുന്നതിലേക്കും നയിക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നു. ഇത് പാലസ്തീൻ ജനതയുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കിയേക്കാം. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാലസ്തീൻ രാഷ്ട്രം നിലവിൽ വരണമെന്ന് ആവശ്യപ്പെടുന്ന UN, യൂറോപ്യൻ യൂണിയൻ, മറ്റ് അറബ് രാജ്യങ്ങൾ തുടങ്ങിയവർ ഇസ്രായേലിന്റെ ഈ നിലപാടിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദശകങ്ങളായി നടന്നുവരുന്ന സമാധാന ചർച്ചകളിൽ രണ്ട് രാഷ്ട്രങ്ങൾ എന്ന ആശയം ഒരു പ്രധാന പരിഹാരമായി കണക്കാക്കിയിരുന്നു. ഈ പുതിയ പ്രസ്താവന ആ ചർച്ചകൾക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നെതന്യാഹുവിന്റെ വാക്കുകൾ മധ്യപൂർവേഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കടുത്ത വെല്ലുവിളികൾ ഉയർത്തുന്നതായി പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഇതിനിടയിൽ ഒക്ടോബർ 7-നുണ്ടായ ഹമാസ് ആക്രമണത്തെ നെതന്യാഹു 2001 സെപ്റ്റംബർ 11 ആക്രമണവുമായി ബന്ധപ്പെടുത്തി ന്യായീകരിക്കുകയും ചെയ്തു. ഹമാസ് ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് സെപ്റ്റംബർ 12 അതേ നിമിഷമായിരുന്നുവെന്നും അന്ന് US എന്തൊക്കെ ചെയ്തോ അത് മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഈ താരതമ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾ നേരിടാനും സാധ്യതയുണ്ട്. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം US സൈനികമായി നടത്തിയ പ്രതികരണങ്ങളെ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ സൈനിക നടപടികളുമായി താരതമ്യം ചെയ്യുന്നത് യുദ്ധക്കുറ്റങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണെന്ന് പലരും വാദിക്കുന്നു. ഹമാസിന്റെ ആക്രമണം അപലപനീയമാണെങ്കിലും പാലസ്തീൻ ജനതയുടെ ദുരിതങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഈ താരതമ്യത്തിലൂടെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രസ്താവന പാലസ്തീനിലെ മാനുഷിക ദുരന്തങ്ങളെയും സാധാരണക്കാരുടെ മരണങ്ങളെയും അവഗണിക്കുന്നതാണെന്ന് ആരോപണം ഉയരുന്നുണ്ട്. നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ ഫലത്തിൽ മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. പാലസ്തീൻ ജനതയുടെ പ്രതീക്ഷകളെയും ഭാവിയെയും ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അവർക്ക് കൂടുതൽ പോരാട്ടത്തിന് പ്രചോദനമാകും. ഒരു സമാധാനപരമായ പരിഹാരം എന്ന സ്വപ്നം ഇല്ലാതാക്കുന്നത് മേഖലയിൽ പുതിയ പ്രതിസന്ധികൾക്കും കാരണമാകും. ഇസ്രായേലിന്റെ ഈ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ നിലപാടുകളെ ആവശ്യപ്പെടുത്തുന്നു. രണ്ട് രാഷ്ട്രങ്ങൾ എന്ന ആശയം ഇല്ലാതായാൽ പിന്നെ സമാധാനപരമായ ഒരു പരിഹാരത്തിന് മറ്റു വഴികളില്ലാതെ വരും. ഇത് മേഖലയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ വഷളാക്കും. നെതന്യാഹുവിന്റെ ഈ പ്രസ്താവനയോട് പാലസ്തീൻ അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലിന്റെ ഈ നിലപാട് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സ്വയംഭരണത്തിനും എതിരായുള്ള നീക്കമായി അവർ കാണാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടത്തുന്ന ഈ ഘട്ടത്തിൽ നെതന്യാഹുവിന്റെ പ്രസ്താവന ഒരു പ്രകോപനപരമായി വിലയിരുത്തപ്പെടുന്നു. ഒരു സുസ്ഥിരമായ സമാധാനം ലക്ഷ്യമിട്ടുള്ള ഏതൊരു നീക്കത്തിനും രണ്ട് രാഷ്ട്രങ്ങൾ എന്ന ആശയം ഒഴിവാക്കാനാവാത്തതാണ്. അതില്ലാതാക്കുന്നത് സംഘർഷങ്ങളെ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമേ സഹായിക്കൂ. ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ എത്രത്തോളം ശക്തമായി പ്രതികരിക്കുന്നു എന്നതിനെ കുറിച്ച് ആശ്രയിച്ചിരിക്കും മേഖലയിലെ ഭാവിയും സമാധാനവും. പാലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമോ അതോ ഇസ്രായേലിന്റെ ഭീഷണികൾക്ക് കീഴടങ്ങുമോ എന്ന ചോദ്യം ഇപ്പോൾ കൂടുതൽ പ്രസക്തമാക്കിയിരിക്കുകയാണ്.